ഹായ് വെൽക്കം ഓൾ ടു ലെച്ചൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് 10th ലെവൽ പ്രിലിമിനറി ലെവൽ എക്സാമിനേഷനെ മെയിൻലി ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്ന ക്ലാസ് ആണ്. പക്ഷേ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ക്ലാസ് വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസ്, 10th ലെവൽ മെയിൻസ്, അതുപോലെ VFA, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നിങ്ങനെയുള്ള എക്സാമിനേഷനുകൾക്കെല്ലാം യൂസ്ഫുൾ ആയിരിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. അത്തരത്തിലുള്ള ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു അല്ലേ? എല്ലാവരും അതിൻ്റെ ഒരു തിരക്കിലും കാര്യത്തിലും ഒക്കെ ആയിരുന്നു കാണും. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. ക്രിസ്മസ് ഡേ ഞാൻ ഉണ്ടായിരുന്നില്ല. ഒരു കൊച്ചു യാത്ര അതെല്ലാം നടത്തി. പിന്നെ അതിൻ്റെ ക്ഷീണം, അതിനിടയിൽ നമ്മുടെ ബുക്കിൻ്റെ എൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു 10 മിനിറ്റ് ഫോൺ നോക്കിയില്ലെങ്കിൽ അത്രയും മെസ്സേജുകൾ കുന്നുകൂടിയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഡിസംബർ 31 ഓഫർ പീരീഡ് പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പ് ജോയിൻ ചെയ്യാനുള്ള തിരക്കായിരിക്കാം. ഏതായാലും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബുക്ക് പോകുന്നുണ്ട്. അതിലുപരി നല്ല സൂപ്പർ റിവ്യൂസ് ആണ് ബുക്കിൻ്റേത്. നിങ്ങൾ നമ്മുടെ ഓരോ വീഡിയോയുടെ താഴെ കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടികൾ വളരെ സിൻസിയർ ആയിട്ടാണ് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ്, നമ്മുടെ ബുക്കിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പം ഒരുപാട് സന്തോഷം. അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ഈ ഒരു ബുക്കിന് വേണ്ടിയിട്ട് ഞാനൊരു 3 months ആണ് അതിൻ്റെ പുറകെ മാറ്റി വെച്ചത്. നല്ലതുപോലെ എഫർട്ട് എടുത്തിട്ട് തന്നെ നമ്മൾ ചെയ്ത ഒരു ബുക്കാണ്. സോ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്കും കിട്ടും എനിക്കും കിട്ടും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു സംരംഭമാണ് ഈ ബുക്ക്. ഒരുപാട് തവണ ബുക്ക് ഇറക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയോ കൊണ്ട് അനുകൂലമായ ഒരു സാഹചര്യം എനിക്ക് ഒത്തുവന്നില്ല. ഇത്തവണ എല്ലാ പ്രതിബന്ധങ്ങളും ഞാൻ അവിടെ തൽക്കാലം മാറ്റി വെച്ചിട്ട് ചെയ്ത ഒരു വർക്കായിരുന്നു ഇത്. അത് ഞാൻ എന്താണോ നിങ്ങൾക്ക് ആവശ്യം, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കണ്ടാണ് ഞാൻ ആ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കുട്ടികളും അത് ഏറ്റെടുത്തു എന്നുള്ളതിൽ വളരെ വലിയ സന്തോഷം. നമ്മുടെ ഈ ക്ലാസ് പുതിയതായിട്ട് കാണുന്നവർക്ക് ഒരുപക്ഷെ ഈ കഥകളൊന്നും അറിയണമെന്നില്ല, അവരിലേക്ക് കാണിച്ചു തരാം. ഇതാണ് ലെച്ചൂസ് എഡ്യൂ ടിപ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ബുക്ക്. 1000 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. അതായത് വിത്തൗട്ട് എനിബഡീസ് ഹെൽപ്പ് യു ക്യാൻ സ്റ്റഡി യുവർ സെൽഫ് എന്നുള്ള രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ ഏതാൾക്കും, ഇംഗ്ലീഷ് അറിയത്തില്ലാത്തവന് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്ന എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്വാളിറ്റി വൈസ് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. അതായത് നമ്മൾ വെറുതെ ലോ കോസ്റ്റിൽ ബുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും, കോസ്റ്റ് കൂട്ടി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതങ്ങനെ ഒരു ലോ കോസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തിരിക്കുന്നതല്ല. ഞാൻ പൊതുവേ അങ്ങനത്തെ ഒരാളാണ്. കാരണം എനിക്കങ്ങനെ ഈ എന്താ പറയുന്നത്, തീരെ അങ്ങ് വില കുറച്ച് അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. എനിക്കെപ്പോഴും എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അത് ഇപ്പോഴല്ല, കുഞ്ഞിലേ തൊട്ട് ഞാൻ അങ്ങനെയാണ്. എനിക്ക് എൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിലും എൻ്റേതായിട്ടുള്ള സാധനങ്ങളിൽ ഞാൻ വരുത്താറുണ്ട്. ഈവൻ നമ്മുടെ നോട്ടുകളിലാണെങ്കിലും ക്ലാസ്സുകളിലാണെങ്കിലും നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം എനിക്ക് പൈസ ചിലവാക്കി തന്നെ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ബുക്കാണിത്. ഇതിൻ്റെ ബൈൻഡിങ് ആവട്ടെ, അവിടെ ഒരു പേപ്പർ ക്വാളിറ്റി ആവട്ടെ, ചുമ്മാ ഇങ്ങനെ ഒരു ഈ പേപ്പറൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊന്ന് പഠിക്കാൻ തോന്നും. ചില ബുക്കുകളൊക്കെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അങ്ങ് മാറ്റി വെക്കുന്ന ഒരു രീതിയുണ്ട് അല്ലേ? പക്ഷേ ഇതങ്ങനെയല്ല, ഇത് കയ്യിലെടുത്താൽ തന്നെ പഠിക്കാൻ തോന്നും. അതാണ് ഞാൻ പറയാം, നിങ്ങളുടെ സൈഡിൽ നിന്ന് ചിന്തിച്ച് ഇറക്കിയ ബുക്കാണ്. അതായത് ഞാനൊരു ഉദ്യോഗാർത്ഥി ആവുമ്പം ഏത് തരത്തിലുള്ള സാധനം കിട്ടിയാൽ, ഏത് തരത്തിലുള്ള ഒരു ബുക്ക് കിട്ടിയാൽ എനിക്കത് യൂസ്ഫുൾ ആകും, എനിക്കിത് പഠിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് പിന്നീടാണ് എക്സ്പ്ലനേഷൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു പേജ് എടുക്കുന്നു, ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, ക്വസ്റ്റ്യൻസ് നിങ്ങൾ 10 കടന്നു പോകുന്നതിന് ശേഷം നിങ്ങൾക്ക് റഫായിട്ടൊരു പേപ്പർ വെച്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം ശരിയാണോ എന്ന് നിങ്ങൾക്ക് ആൻസേഴ്സിൻ്റെ ഭാഗത്ത് നോക്കാം. നിങ്ങൾക്കത് എന്താണ് നിങ്ങളുടെ തെറ്റിയെന്ന് അറിയണമെങ്കിൽ എക്സ്പ്ലനേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഇനി ഇതൊന്നും വയ്യ, ഇത് കൈ മേടിച്ച് വെച്ചിട്ട് എന്ന് പഠിപ്പിച്ച് തരാവോ, വായിലേക്ക് വെച്ച് തരാവോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഡിസംബർ 31 ബുക്ക് വാങ്ങുന്നവർക്ക് നമ്മൾ ഫ്രീ ക്ലാസ് കൊടുക്കുന്നത്. ബുക്കിൻ്റെ ഫ്രീ ക്ലാസ് ഉണ്ട്. അതിനെല്ലാം ഉപരി 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ എക്സാമിനേഷന് വേണ്ട ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. അതായത് ഈ ഒരു ബുക്ക് വാങ്ങുന്നതിലൂടെ നിങ്ങളുടെ ഇംഗ്ലീഷ് സെറ്റാണ്. നിങ്ങൾ വേറെ ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്യേണ്ട, വേറെ ഒരു കുന്തവും നോക്കണ്ട, വേറെ ഒരു മാർഗത്തിലും പഠിക്കാൻ നോക്കണ്ട. ഈ ബുക്ക് നിങ്ങൾ വാങ്ങിയോ, ഡിസംബർ 31 നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന, ഡിസംബർ 31 ഓർഡർ പ്ലേസ് ചെയ്യുന്ന ആർക്കും ഈ ബുക്ക്
എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബുക്ക് വാങ്ങുന്ന ആർക്കും ഇംഗ്ലീഷിൻ്റെ ഗ്രാമറും ബുക്കിൻ്റെ എക്സ്പ്ലനേഷനും കിട്ടും. അതോടെ ഇംഗ്ലീഷിനെ ഭയക്കണ്ട, കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഇംഗ്ലീഷ് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയില്ലെങ്കിൽ ഒതുക്കും. ഓക്കെ, ആ രീതിയിലാണ്. അപ്പോൾ ബുക്ക് വേണ്ടവർ 8086137962 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് എൻക്വയറി നടത്താം. ബുക്ക് എൻക്വയറി എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ പ്രൈസ് കാര്യങ്ങളെല്ലാം അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ക്ലാസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാം. ബുക്ക് എങ്ങനെയാണ് വാങ്ങേണ്ടത് എന്നുള്ള രീതിയെല്ലാം പറഞ്ഞു തരാം. പിന്നെ ഡിസംബർ 31 വെയിറ്റ് ചെയ്യേണ്ട, നേരത്തെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ ജനുവരി 1 പഠിച്ചു തുടങ്ങുമ്പോൾ ബുക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം, VFAയുടെയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെയും പെയ്ഡ് ക്ലാസ് ജനുവരി 1 മുതൽ ആരംഭിക്കുന്നുണ്ട്. VFAയുടെ ക്ലാസ് ഡിസംബർ 31 ജോയിൻ ചെയ്യുന്നവർക്ക് 1000 രൂപയെ ഫീസ് വരുന്നുള്ളൂ. ജനുവരി 1 തൊട്ട് 2000 ആയിരിക്കും. അതായത് 50% ഡിസ്കൗണ്ടിലാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് അറിയണമെങ്കിലും VFA എൻക്വയറി എന്ന് പറഞ്ഞ് 8086137962 എന്ന നമ്പറിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ കുറിച്ച് അറിയണമെങ്കിലും 8086137962 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ഡിസംബർ 31 വരെ നമ്മുടെ കോഴ്സുകൾക്ക് നമ്മൾ ഓഫറുണ്ട്, ബുക്കിനും ഓഫറുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സാണ്. ഞാൻ പറഞ്ഞു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സാണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് IFFK ആൻഡ് IFFI ആണ്. എന്താണ് IFFK? ഇമ്പോർട്ടൻ്റ് ആണ്, കറണ്ട് അഫയേഴ്സ് ആണ്, ശ്രദ്ധിക്കണം. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള അല്ലേ? I ഫോർ ഇന്റർനാഷണൽ. ഓക്കെ, ഇന്റർനാഷണൽ. പിന്നെ എന്താണ്? ഫിലിം, F ഫോർ ഫിലിം, ഇന്റർനാഷണൽ ഫിലിം, F ഫോർ ഫെസ്റ്റിവൽ, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. അതാണ് എന്ന് പറയുന്ന IFFK. നമുക്കറിയാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളോട് PSC ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. IFFKയിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ മികച്ച സംവിധായകൻ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഇതിന് മുമ്പും ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. ഇനിയും ക്വസ്റ്റ്യൻ കിട്ടിയേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. സോ വളരെ ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതിരുന്നാൽ അത് യൂസ്ഫുൾ ആയിരിക്കും. പഠിക്കുന്നതിൻ്റെ നോട്ട് പറ്റുമെങ്കിൽ ഒരു ബുക്കിലേക്ക് എഴുതിയെടുക്കുക. മിക്കവാറും എൻ്റെ ക്ലാസ് ഡെയിലി കാണുന്നവർക്ക് സ്വന്തമായിട്ട് നോട്ട്ബുക്ക് ഉണ്ട് ഇല്ലേ? നോട്ട്ബുക്കിൽ എല്ലാം എഴുതി വെക്കുന്ന ശീലമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ആ ബുക്കിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു, വരാൻ പോകുന്ന ഏത് എക്സാമിനേഷൻ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടാവുന്ന ഏരിയയാണ്. യു മസ്റ്റ് സ്റ്റഡി. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള, അതായത് രാജ്യാന്തര ചലച്ചിത്രമേളയെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പം ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് കിട്ടുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം 2024 നടന്നത് 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയാണ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയാണ്. അപ്പോൾ 29ാമത് അല്ലേ, 29th 29ാമത് ചലച്ചിത്രമേളയാണ്, രാജ്യാന്തര ചലച്ചിത്രമേളയാണ് 2024 നടന്നത്. 2024 IFFKയിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 സുവർണ ചകോരം നേടിയ ചിത്രമാണ് ഏത്? മാലു. അതായത് ഈ സുവർണ ചകോരം എന്ന് പറഞ്ഞാൽ മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡാണ്. സോ 2024 IFFKയിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള സുവർണ ചകോരം പുരസ്കാരം അല്ലെങ്കിൽ അവാർഡ് നേടിയ ചിത്രമാണ് മാലു. മാലു എന്ന് പറയുന്നത് ഒരു ബ്രസീലിയൻ ചിത്രമാണെന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ. അപ്പം ഓർത്തു വെക്കുക, സുവർണ ചകോരം നേടിയ ബ്രസീലിയൻ ചലച്ചിത്രമാണ് ഏത്? മാലു. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ബ്രസീലിയൻ ചലച്ചിത്രം മാലു. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഇനി 2024 IFFKയിൽ അല്ലെങ്കിൽ 29ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച സംവിധായകനുള്ള രജത ചകോരം പുരസ്കാരം നേടിയ വ്യക്തിയാണ് ഫർഷദ് ഹഷേമി. ഓക്കെ, ഫർഷദ് ഹഷേമിയാണ് മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയത്. ഇമ്പോർട്ടൻ്റ് ആണ്. സുവർണ ചകോരം മികച്ച ചലച്ചിത്രം മാലു ബ്രസീലിയൻ ചിത്രമാണ്. രജത ചകോരം മികച്ച സംവിധായകനുള്ള നേടിയത് ഫർഷദ് ഹഷേമിയാണ്. മീ മറിയം ദ ചിൽഡ്രൻ ആൻഡ് 26 others എന്ന് പറയുന്ന ഇറാനിയൻ ചലച്ചിത്രത്തിൻ്റെ എന്താ പറയുക സംവിധായകനാണ് ആര്? ഫർഷദ് ഹഷേമി. ഇപ്പോൾ ഓർത്തു വയ്ക്കുക, മീ മറിയം ദ ചിൽഡ്രൻ ആൻഡ് 26 others എന്ന് പറയുന്ന ഇറാനിയൻ ചലച്ചിത്രമൊരുക്കിയ ഫർഷദ് ഹഷേമിക്കാണ് മികച്ച സംവിധായകനുള്ള രജത ചകോരം പുരസ്കാരം
2024 IFFKയിൽ ലഭിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് ഇത്രയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ്, 2024 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയായിരുന്നു. സുവർണ ചകോരം മികച്ച ചിത്രത്തിനുള്ളതാണ്. മാലു എന്ന ബ്രസീലിയൻ ചിത്രത്തിനാണ് കിട്ടിയത്. രജത ചകോരം എന്ന് പറയുന്നത് മികച്ച സംവിധായകൻ ആരായിരുന്നു? ഫർഷദ് ഹഷേമിയാണ്. അപ്പം ഈ സിനിമയുടെ മീ മറിയം ദ ചിൽഡ്രൻ ആൻഡ് 26 അതേഴ്സ് എന്ന സിനിമയുടെ സംവിധായകനാണ്, ഇറാനിയൻ സംവിധായകനാണ് ആര്? ഫർഷദ് ഹഷേമി. ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ടുകളയിൽ മസ്റ്റായിട്ടും പഠിക്കണം. പലതവണ വായിക്കുമ്പോൾ മെമ്മറി ഇരിക്കുന്നേ. രാജ്യാന്തര ചലച്ചിത്രമേളയിൽ നമ്മൾ പറഞ്ഞു IFFK ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയാണ്. അപ്പം രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഫിപ്രസി പുരസ്കാരം ഉൾപ്പെടെ 5 അവാർഡുകൾ വാരിക്കൂട്ടിയ മലയാള ചലച്ചിത്രമാണ് ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ. അപ്പോൾ ഓർത്തു വെച്ചേക്കാം, ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്നത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഫിപ്രസി പുരസ്കാരം, ഓക്കെ അതൊന്ന് എഴുതിയിട്ടേക്കാം, ഫിപ്രസി, ഓക്കെ ഫിപ്രസി പുരസ്കാരം ഉൾപ്പെടെ 5 അവാർഡുകൾ നേടിയ സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. ഫെമിനിച്ചി ഫാത്തിമ സംവിധാനം ചെയ്ത ആരാണ്? ഫാസിൽ മുഹമ്മദാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ, കേരള സർക്കാരിൻ്റെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയ സംവിധായികയാണ് പായൽ കപ്പാടിയ. ഇതും പഠിക്കണം കേട്ടോ. സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പുരസ്കാരമാണ്. സോ സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരമായിട്ടുള്ള സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയ സംവിധായികയാണ് ആര്? പായൽ കപ്പാടിയ. അപ്പോൾ IFFKയിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. ഇത് ഇത്രയും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ടായിരിക്കണം. നോട്ട്ബുക്കിൽ ഉണ്ടായാൽ പോരാ, പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് IFFI എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ അല്ലെ, രാജ്യാന്തര ചലച്ചിത്രമേള തന്നെയാണ്, ഇന്ത്യയിലാണ്. അപ്പം ഇപ്പം നമ്മൾ IFFK പഠിച്ചു, തിരുവനന്തപുരത്തായിരുന്നു കേട്ടോ അതിൻ്റെ വേദി. ഇനി IFFI ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ വേദി ഗോവയായിരുന്നു. 2024 നടന്നത് 55ാമത് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ 55ാമത്തെ എഡിഷൻ ആയിരുന്നു, അല്ലെങ്കിൽ 55ാമത് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ നടന്നത് എവിടെയാണ്? ഗോവയിലാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം അവാർഡ് നേടിയ ചിത്രമാണ് ടോക്സിക്. IFFKയിൽ നമ്മൾ സുവർണ ചകോരം എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം അവാർഡ് നേടിയ ചിത്രമാണ് ടോക്സിക്. ടോക്സിക് എന്ന് പറയുന്നത് ഒരു ലിത്വാനിയൻ ചിത്രമാണ് കേട്ടോ, ലിത്വാനിയൻ ചിത്രമാണ് ടോക്സിക്. അപ്പം 2024 55ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം അവാർഡ് നേടിയ ചിത്രമാണ് ടോക്സിക്. ലിത്വാനിയൻ ചിത്രമാണ്. 40 ലക്ഷം രൂപയാണ് സമ്മാനം. സുവർണ ചകോരം വന്നത് 20 ലക്ഷം രൂപയാണ് കേട്ടോ IFFKയിൽ, നമ്മൾ പറഞ്ഞില്ലേ. ഇനി മികച്ച നടനായി തെരഞ്ഞെടുത്തത് ക്ലമന്റ് ഫാവെ ആണ്. ഹോളി കൗ എന്ന ചിത്രത്തിലെ, ഇത് കൗ ആണ് കേട്ടോ, കനയല്ല, ഹോളി കൗ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് മികച്ച നടനായിട്ട് ക്ലമന്റ് ഫാവോയെ തെരഞ്ഞെടുത്തത്. അപ്പൊ 55ാമത് രാജ്യാന്തര ചലച്ചിത്രമേള, ഇന്ത്യയിലെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് ക്ലമന്റ് ഫാവോയാണ്. അദ്ദേഹത്തിന് ചിത്രം ഹോളി കൗ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് അദ്ദേഹത്തെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത്. മികച്ച നടിമാര് 2 പേരാണ്. ടോക്സിക് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് വെസ്റ്റ മറ്റുലായിറ്റയും ലവാ റുപ്പക്കായിറ്റയുമാണ് എന്ത് മികച്ച നടിമാര്. 2 ഇറ്റയാണെന്ന് ഓർത്തു വയ്ക്കുക. ആരൊക്കെയാണ്? വെസ്റ്റ മറ്റുലായിറ്റയും ലവാ റുപ്പക്കായിറ്റയും. ഇവർ 2 പേരുമാണ് മികച്ച നടിമാര്. ചിത്രം ടോക്സിക്. മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ബോഗ്ദൻ മുറാസെന്നു ആണ്. ബോഗ്ദൻ മുറാസെന്നു, അതായത് ദ ന്യൂ ഇയർ ദാറ്റ് നെവർ കം എന്ന് പറയുന്ന ചിത്രമാണ് അദ്ദേഹത്തെ മികച്ച സംവിധായകനാക്കിയത്. അപ്പോൾ നിങ്ങൾ ഈ IFFI പഠിക്കുമ്പം സുവർണ മയൂരം നേടിയ ചിത്രം പഠിക്കണം, മികച്ച നടൻ, മികച്ച നടിമാർ, മികച്ച സംവിധായകൻ, ഇത്രയും പഠിക്കണം. പിന്നെ 1-2 കാര്യങ്ങളും കൂടി ഇവിടെ പഠിക്കാനുണ്ട്. നിങ്ങൾക്കറിയാം ഈ ടോപ്പിക്ക് ഞാൻ നിങ്ങളുടെ സജഷൻ ചോദിച്ചിട്ട് ചെയ്തതാണ്. നമുക്ക് ഏതൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് ക്ലിയർ ചെയ്യേണ്ടതെന്ന് നിങ്ങളോട് ഞാൻ ചോദിച്ചിരുന്നു. അത് പ്രകാരം നമ്മൾ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇനി 2-3 കാര്യങ്ങളും കൂടി ഇത് റിലേറ്റഡ് പഠിക്കണം. അതും കൂടി ആയാലും ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ചലച്ചിത്ര മേഖലയിലെ ആജീവനാന്ത സംഭാവനയ്ക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സത്യജിത് റായ് പുരസ്കാരം സമ്മാനിക്കപ്പെട്ടത് ഫിലിപ്പ് നോയ്സിനാണ് കേട്ടോ. അപ്പം
ചലച്ചിത്ര മേഖലയിലെ ആജീവനാന്ത പുരസ്കാരത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ അവാർഡാണ് സത്യജിത്ത് റായ് പുരസ്കാരം. ഈ സത്യജിത്ത് റായ് പുരസ്കാരം മേളയിൽ വെച്ചിട്ട് ഫിലിപ്പ് നോയിസിന് സമ്മാനിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 55ാമത് രാജ്യാന്തര ചലച്ചിത്ര മേളയില് പ്രത്യേക ജൂറി പരാമർശം നേടിയ ചിത്രമാണ് ഹോളി കൗ. പഠിച്ചു വെച്ചേക്കണേ, പ്രത്യേക ജൂറി പരാമർശം നേടിയ ചിത്രം ഹോളി കൗ. അതുപോലെ ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് വിക്രാന്ത് മസിയാണ്. ബോളിവുഡ് താരമാണ് കേട്ടോ. അപ്പൊ ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് വിക്രാന്ത് മസിയാണ്. അദ്ദേഹം ബോളിവുഡ് താരമാണെന്ന് ഓർത്ത് വെക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് IFFKയും IFFIയും പഠിച്ചു വെക്കേണ്ടത്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. വരാൻ പോകുന്ന ഏതൊരു എക്സാമിനേഷനും യൂസ്ഫുൾ ആയിരിക്കും. സോ യു മസ്റ്റ് സ്റ്റഡി ഓൾ ദീസ് ടോപ്പിക്സ്. ഓക്കെ, ഇനിയും നാളെ 28-ാം തീയതി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ആശംസകൾ. ആരും ഒട്ടും ടെൻഷൻ അടിക്കേണ്ട, വളരെ കൂളായിട്ട് പോവുക, എക്സാം എഴുതുക, തിരിച്ചു വരിക, അത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ബുക്ക്, ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൻ്റെ ഈ ബുക്ക് എന്നും ഒരു മുതൽക്കൂട്ടായിരിക്കും. ബുക്ക് വാങ്ങിയവർ തന്നെ ആ കുട്ടികൾ അവരുടെ റിവ്യൂ ഇട്ടോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോകളുടെയൊക്കെ ഒന്ന് താഴെ കമൻറ്റ് വായിച്ച് നോക്കിയിട്ട് ബുക്ക് വാങ്ങിയാൽ മതി. എനിക്കും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ബുക്ക് നല്ല സെയിൽ നടക്കുവാണ്. കാരണം പിള്ളേർക്കറിയാം ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് എവിടെയും 280 രൂപയ്ക്ക് ഒരു ബുക്കും ഫ്രീ ഗ്രാമർ ക്ലാസ്സും ഒന്നും ആരും തരാൻ പോകുന്നില്ല. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ അങ്ങ് തോന്നി. കാരണം ഇതിൻ്റെ ആദ്യത്തെ ഒരു സംരംഭമാണ്. പിന്നെ എന്നെക്കൊണ്ടാവുന്ന, നിങ്ങൾക്കറിയാമല്ലോ, ആവുന്ന ഉപകാരങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഫീസാണെങ്കിൽ നമ്മൾ ഒരിക്കലും കഴുത്തറുത്തൊന്നും ആരുടെയും കയ്യിൽ നിന്ന് ഫീസ് വാങ്ങാറില്ല. കാരണം ശാപം കിട്ടിയ പണം അത് നിലനിൽക്കില്ല എന്നുള്ളത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇന്നുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. എന്നെക്കൊണ്ടാവുന്നതിൻ്റെ മാക്സിമം ഒക്കെ കൊടുക്കാറേ ഉള്ളൂ. അതിൻ്റെ ഒരു നന്മ എന്നും ഈശ്വരൻ എനിക്ക് തരാറുണ്ട്. ഏതെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചെന്നൊരു ആപത്തിൽ ചാടിയാലും എന്നെ വളരെ പരിക്കുകളൊന്നുമില്ലാതെ വളരെ സേഫായിട്ട് ദൈവം കാത്തു സൂക്ഷിക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുന്നു. സോ എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക. ബുക്ക് വേണ്ടവർ 8086137962 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക. VFIയുടെയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെയും എൻക്വയറിയും ആ നമ്പറിൽ തന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ സമയം കുറവാണ്, നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കുക. ജോലിയാണ് ലക്ഷ്യമെങ്കിൽ വൃത്തിക്ക് പഠിച്ചേ പറ്റുള്ളൂ, അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചു. വരാൻ പോകുന്ന ഏതെങ്കിലും എക്സാമിനേഷന് ഉപയോഗപ്പെടും, മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ബൈ.